ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2015. ഇന്ന് ജൂലൈ മാസം 7-ാം തീയതി 188-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധ വേദം ആരംഭിക്കുന്നത് തന്നെ നന്മ തിന്മകളെക്കുറിച്ച് കുറച്ചുകൂടി ധാരണയും അവബോധവും ജാഗ്രതയും നമ്മൾ കണ്ടെത്തി കൂട്ടുപിടിച്ചേ മതിയാവൂ എന്ന് ഓർമ്മപ്പെടുത്തി തന്നെയാണ്. എങ്ങനെയൊക്കെ ചിന്തിച്ചാലും നമ്മളുടെ ചുറ്റിനും ആവശ്യത്തിലധികം നന്മയും തിന്മയും ഒക്കെ ഉണ്ട്. എല്ലാം ഏതാണ്ട് കൂടിക്കൊഴിഞ്ഞ് കിടക്കുകയാണ്, ഒരുമിച്ച് ഒരുപോലെയെന്ന് തോന്നുന്നുമുണ്ട്. ഈ നന്മതിന്മകളെ വേർതിരിച്ച് അറിയാനുള്ള വിവേകത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? കരുണാമയനായ കർത്താവിന്റെ സന്നദ്ധിയിൽ അങ്ങയുടെ വിവേകവും അങ്ങയുടെ ഉള്ളിലെ വെളിച്ചവും ഞങ്ങളിലേക്കും അല്പമെങ്കിലും പകർന്നു തരണമേ എന്ന് അപേക്ഷിക്കട്ടെ. ഇനി ചിന്തിച്ചാല് നന്മതിന്മകളെ വേർതിരിച്ചെടുക്കാനായിട്ട് കുറച്ചെങ്കിലും എളുപ്പമാണെന്ന് കൂടി പറയേണ്ടി വരും. കുറച്ചെങ്കിലും ബോധമുണ്ടെങ്കിൽ ഏതൊരാൾക്കും നന്മയേത് തിന്മയേത് അങ്ങനെയൊന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് തോന്നുന്നത്. കാര്യമായിട്ട് നമ്മൾ അതിനകത്തൊരു ശ്രമം ഇതുവരെ നടത്തിയിട്ടില്ലാത്തത് കൊണ്ടാണ് പാടുപെട്ട പണിയായിട്ട് അതങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നിക്കിടക്കുന്നത്. ശ്രമിച്ചാൽ നന്മയേത് തിന്മയേതെന്നൊക്കെ ഒന്ന് വിവേകത്തോടുകൂടി വേർതിരിച്ചെടുക്കാനുള്ള ശക്തിയൊക്കെ നമുക്ക് ലഭിക്കും. പക്ഷേ അതിലും വലിയൊരു ആപത്ത് തുടർന്ന് നമ്മളെ കാത്തിരിപ്പുണ്ട്. വഴികളിലെ വളവുകളിൽ എന്താണെന്നറിയാവോ? ഈ നന്മകളിൽ തന്നെ പിന്നീട് നമുക്ക് ചിലപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. കുറച്ചും കൂടി നല്ല നന്മയല്ല, നന്മയിൽ തന്നെ ചിലതൊക്കെ നമുക്ക് വീണ്ടും ഒന്ന് തെരഞ്ഞെടുക്കുകയും ചിലതൊക്കെ നമുക്കൊന്ന് തിരസ്കരിക്കുകയും ചെയ്യേണ്ടി വരും. അതായത് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളത് ഏതാന്നുള്ളതാണ്, ശ്രേഷ്ഠമായത് ഏതാന്നുള്ളതാണ്. അതെങ്ങനെ വേർതിരിച്ചറിയാൻ പറ്റുക? അത് വേർതിരിച്ചറിഞ്ഞാൽ മാത്രമേ തുടർന്നുള്ള തെരഞ്ഞെടുപ്പിന് നമ്മൾ പാകമാകുകയുള്ളൂ. ക്രിസ്തുയേശുവിന്റെ മനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 25-ാമത്തെ തിരുവചനത്തില്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്, എന്ത് ഭക്ഷിക്കും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവന് വേണ്ടിയോ എന്ത് ധരിക്കുമെന്ന് നിങ്ങളുടെ ശരീരത്തിനു വേണ്ടിയോ നിങ്ങൾ ഒത്തിരിയൊന്നും ഉത്കണ്ഠപ്പെടേണ്ട. ആഹാരത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? സംഭവത്രയേ ഉള്ളൂ. എന്ത് ഭക്ഷിക്കും എന്ത് കുടിക്കും അല്ലാത്തൊരു ആകുലതയുണ്ട്. എന്ത് ധരിക്കും അതും വലിയൊരു ആകുലത തന്നെയാണ്, ഒഴിവാക്കേണ്ടതൊന്നുമല്ല. ഇവിടെ കർത്താവ് പറയാണ്, ആഹാരത്തെക്കാൾ ജീവന് പ്രാധാന്യമുണ്ടെന്ന് എപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക? ഈ ആഹാരം ഉണ്ടായി ആഹാരം കിട്ടിയിട്ടും ജീവനില്ലാതെ പോയാൽ എന്ത് ഗുണമാണ്? രണ്ടാമത് പറയുന്നത് വസ്ത്രമാണ്. വസ്ത്രത്തെക്കാൾ ശരീരത്തിന് പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ എപ്പോഴാണ് തിരിച്ചറിയുക? ശരീരമില്ലാതായാൽ വസ്ത്രം ധാരാളം ഉണ്ടായിട്ട് എന്ത് ഗുണം? അപ്പോൾ നന്മയിൽ തന്നെ നമുക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുന്നുണ്ട്. കുറച്ചും കൂടി ഭേദപ്പെട്ടത്, കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളത് തെരഞ്ഞെടുക്കുവാനും അന്വേഷിപ്പാനും ഒക്കെ ആയിട്ട് ഞാനും പാകപ്പെടേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.